ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു റിവ്യൂ റേഞ്ചർ. അപ്പം നമ്മൾ ഇന്ന് OTTയിൽ ഇറങ്ങിയ ഒരു പടത്തിൻ്റെ റിവ്യൂ ആയിട്ടാണ് വന്നിരിക്കുന്നത്. അതായത് ഫിറായി ഹസീൻ ദിൽറുബ. അപ്പോൾ ഈ സിനിമ നെറ്റ്ഫ്ലിക്സിൽ ഇന്നലെയാണ് റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ ഇന്ന് ഈ സിനിമ കാണാനുണ്ടായ ഒരു റീസൺ നമ്പർ 1 എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഏകദേശം 1-2 വർഷം മുന്നെയാണ് ഇതിൻ്റെ ഫസ്റ്റ് പാർട്ട് ഞാൻ നെറ്റ്ഫ്ലിക്സിൽ തന്നെ അത് കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിൻ്റെ ഒരു ജോണർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ക്രൈം ത്രില്ലർ അല്ലെങ്കിൽ ഇറോട്ടിക് ക്രൈം ത്രില്ലർ അങ്ങനെയൊക്കെ ഉള്ളൊരു കാറ്റഗറിയിൽ നമുക്ക് ഉൾപ്പെടുത്താൻ പറ്റുന്ന ഒരു കൈൻഡ് ഓഫ് മൂവിയാണിത്. അപ്പോൾ ഫസ്റ്റ് പാർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു ആ ഒരു സിനിമ. എനിക്ക് തോന്നുന്നു ഏകദേശം 2 മണിക്കൂർ അങ്ങനെ എന്തോ ആയ സിനിമ ഉണ്ടായിരുന്നുള്ളൂ. നല്ലൊരു ക്രൈം ത്രില്ലർ ആയിരുന്നു. നല്ല രീതിയിൽ എന്താ പറയുക, സസ്പെൻസും കാര്യങ്ങളൊക്കെ നിലനിർത്തിക്കൊണ്ട് പോയൊരു സിനിമയാണ്. പക്ഷേ എനിക്ക് ആ സിനിമയുടെ സംഭവങ്ങളും കാര്യങ്ങളൊക്കെ ഈ ഒരു സിനിമ ഇറങ്ങിയപ്പോൾ പലതും മറന്നുമായിരുന്നു. പക്ഷേ ഇതിൽ കുറേ ആ സിനിമയുടെ പല ഭാഗങ്ങളും കാര്യങ്ങളൊക്കെ കാണിക്കുമ്പോൾ പെട്ടെന്ന് അതൊക്കെ റീകലക്ട് ചെയ്യാനും കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റി. അപ്പോൾ നമ്മൾ OTTയിലൊക്കെ ഇരുന്ന് ചുമ്മാ റിലാക്സ് ചെയ്ത് കാണാൻ പറ്റിയ ഒരു കൈൻഡ് ഓഫ് സിനിമയായിരിക്കും എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഇതും കാണാമെന്ന് വിചാരിച്ചത്. കാരണം എന്തായാലും ഫസ്റ്റ് പാർട്ട് നമ്മൾ കണ്ടതാണല്ലോ. പക്ഷെ ഇത് കണ്ടു കഴിഞ്ഞപ്പോൾ എന്താ പറയണ്ടത്, പല സമയത്തും ബോറിംഗ് ആയിരുന്നു. ഒരു 90% ഓഫ് ദ ടൈം ബോറിംഗ് ആയിട്ടാണ് ഫീൽ ചെയ്തത്. അത് ഒട്ടും ഗ്രിപ്പി ആയിട്ട് തോന്നുന്നില്ല. എല്ലാം കുറേ അൺഓർഗാനിക്കായിട്ട് കുറേ അനാവശ്യ എന്താ പറയുക ത്രിൽസും അല്ലെങ്കിൽ ഭയങ്കര ട്വിസ്റ്റും ടേണും ഭയങ്കര പ്ലോട്ട് ട്വിസ്റ്റും ഭയങ്കര ക്യാരക്ടേഴ്സൊക്കെ വരുന്നതും അങ്ങനെയൊക്കെ റൈറ്റേഴ്സ് ആക്കാനൊക്കെ പലതും ശ്രമിച്ചിട്ടുണ്ടെങ്കിലും അടപടലം മൂഞ്ചിപ്പോയതായിട്ടാണ് തോന്നിയത്. അത് ഫസ്റ്റ് സിനിമയ്ക്കൊരു ചാമുണ്ടായിരുന്നു. ആ ഒരു എന്താ പറയുക, ആ ഒരു ക്രൈം ത്രില്ലറിൻ്റെ എല്ലാ ഒരു പാഷനും അതിൽ കാണുന്നുണ്ടായിരുന്നു. ഒരു ഇന്ത്യൻ സിനിമയുടെ സ്റ്റാൻഡേർഡ് വെച്ചിട്ട് നോക്കുകയാണെങ്കിൽ ഇതുപോലുള്ളൊരു ചെറിയ കൈൻഡ് ഓഫ് സിനിമയുടെ കമ്പാരിറ്റീവ്ലി ഒരു ചെറിയ ബഡ്ജറ്റ് കൈൻഡ് ഓഫ് സിനിമയുടെ ഒരു സ്റ്റാൻഡേർഡ് നിലനിർത്തിയിട്ടായിരുന്നു ഫസ്റ്റ് പാർട്ട് ഉണ്ടായിരുന്നത്. അതിൻ്റെ എല്ലാ ഒരു ചാമും എല്ലാം ഒരു ലൈഫൊക്കെ നഷ്ടപ്പെട്ട് എന്തിനോ വേണ്ടി ക്രിയേറ്റ് ചെയ്തൊരു സീക്വലായിട്ടാണ്, സത്യം പറഞ്ഞ ഒരു സെക്കൻഡ് പാർട്ടായിട്ടാണ് എനിക്ക് ഈ സിനിമ ഫുള്ളായിട്ട് എക്സ്പീരിയൻസ് ചെയ്തത്. അതായത് ഈ സിനിമയുടെ റൺ ടൈം തന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ വളരെ കുറച്ചേ ഉള്ളൂ, 2 മണിക്കൂർ അങ്ങനെ എന്തോ ഉള്ളൂ. പക്ഷേ ഈ സിനിമയിൽ ഇപ്പോൾ തബ്സ്രി പന്നു ആണെങ്കിലും എല്ലാവരും നന്നായിട്ട് ആക്ടേഴ്സും കാര്യങ്ങളൊക്കെ പെർഫോം ചെയ്തിട്ടുണ്ട്. പക്ഷേ ഭയങ്കര എന്താ പറയുക, തീരെ ഓർഗാനിക് അല്ലാത്തതുകൊണ്ട് ഭയങ്കര ഇത് ചെയ്യാൻ വേണ്ടി ചെയ്തതുപോലെ പലതും തോന്നുന്നു. ഭയങ്കര ഓവറായിട്ടാണ് പല സംഭവങ്ങളും തോന്നിയത്. ഇതിൻ്റെ ക്ലൈമാക്സ് ഒക്കെ സത്യം പറഞ്ഞാൽ എക്സ്പ്ലെയിൻ ചെയ്യാൻ വയ്യ, അത്രയും ഹിലേറിയസ് ആയിരുന്നു ഇതിൻ്റെ ക്ലൈമാക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ക്ലൈമാക്സും ആൻറ്റി ക്ലൈമാക്സ് ട്വിസ്റ്റൊക്കെ ആക്കിയിട്ട് കൊണ്ടുവരാനൊക്കെ നോക്കിയത് നല്ല രീതിയിൽ ബോറായിരുന്നു. വലിയ രീതിയിൽ തന്നെ ബോറായിട്ടാണ് എനിക്ക് ഉടനീളം ഈ ഒരു സിനിമ തന്നൊരു അനുഭൂതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അതായത് എങ്ങനെയോ ഇതൊരു 2 മണിക്കൂർ മാത്രമുള്ളൊരു സിനിമ വീട്ടിൽ നിന്ന് റിലാക്സ് ചെയ്ത് കാണാനിരുന്നിട്ട് വരെ കണ്ട് സഹിക്കാൻ പറ്റിയിട്ടില്ല. അമ്മാതിരി ഒരു ഫീലായിരുന്നു. കിടക്കിന് തിയേറ്ററിലെല്ലാം റിലീസ് ചെയ്തത്, അതുകൊണ്ട് പിന്നെ അങ്ങനെ ഇനി ചിന്തിക്കേണ്ട ആവശ്യമില്ല. അതൊക്കെ കണക്കെടുത്തുകൊണ്ടായിരിക്കും ഈ ഒരു സംഭവമൊക്കെ ഇതിൽ തന്നെ റിലീസ് ചെയ്ത് വിടുന്നത്. എന്തായാലും ഫസ്റ്റ് പാർട്ട് വെച്ച് നോക്കുമ്പോൾ ഹ്യൂജ് ലെറ്റ് ഡൗൺ. ഓവറോൾ എക്സ്പീരിയൻസ് ഭയങ്കര ഒരു മോശമായിരുന്നു. അപ്പോൾ നിങ്ങൾ ഈ സിനിമയുടെ ഫസ്റ്റ് പാർട്ട് കണ്ടിട്ടുണ്ടോ, സെക്കൻഡ് പാർട്ടാണോ, നിങ്ങൾക്ക് ഏതാണ് കൂടുതൽ ഇഷ്ടമായിട്ട് തോന്നിയത്, ആൻഡ് അതിൻ്റെ റീസൺസ് എന്താണ്? കമൻറ്റ് ഡൗൺ ബിലോ. വിൽ ഡിസ്കസ് ഓൺ ദ കമൻറ്റ് സെക്ഷൻ. നമ്മൾ ഇതുപോലെയുള്ള സെക്കൻഡ് പാർട്ടുകൾ ഇറക്കിയിട്ടുള്ള അല്ലെങ്കിൽ സീക്വൽ ഇറക്കിയിട്ടുള്ള ഒട്ടനവധി സിനിമകൾ എടുത്തു നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഫസ്റ്റ് സിനിമയുടെയും ചാമും നശിപ്പിച്ചുകൊണ്ടാണ് സെക്കൻഡ് സിനിമ വരിക. അതായത് എല്ലാം നശിക്കും. സെക്കൻഡ് പാർട്ട് വരുന്നതോട് കൂടിയിട്ട് ഫസ്റ്റ് പാർട്ട് കണ്ടവർ തന്നെ അയ്യോ ഇതെന്തിനാ ഇങ്ങനെ ചെയ്തത് എന്ന് തോന്നിപ്പിക്കുന്ന തരത്തിൽ ക്ലാസിക്സ് ആയിട്ടുള്ള ഫസ്റ്റ് വന്നിട്ടുള്ള സിനിമ സെക്കൻഡ് പാർട്ടും തേർഡ് പാർട്ടും ഇറക്കിയിട്ട് മോശമായി പോയിട്ടുള്ള സിറ്റുവേഷൻ ഉണ്ട്. ഇത് പിന്നെ പ്രത്യേകിച്ച് ഒന്നും പറയാനില്ലാത്തൊരു സാധാരണ സിനിമ ആയതുകൊണ്ട് അവർ വീണ്ടും ഒരു സെക്കൻഡ് പാർട്ട് ഇറക്കി, അത് വിറ്റു നെറ്റ്ഫ്ലിക്സിന്. അപ്പോൾ അവരുടെ കാര്യം അവരെന്തായാലും ഓക്കെ ആക്കിയിട്ട് ഇനി എന്തായാലും ഇതിനി നടക്കാനും കാര്യങ്ങളൊന്നും പോകുന്നില്ല. ഇതിൻ്റെ സംഭവം ഇപ്പോൾ എൻഡായിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് എനിക്ക് ഈ സിനിമയെ കൊണ്ട് പ്രത്യേകിച്ച് പറയാനുള്ളത്. വേറെ ഒന്നും കാര്യമായിട്ട് ഡിസ്കസ് ചെയ്യാൻ പറ്റിയ വലിയ തരത്തിലുള്ള കണ്ടൻറ്റോ സംഭവങ്ങളായിട്ടുള്ള സിനിമയൊന്നുമല്ല. ഒരു ബിലോ ആവറേജ് എക്സ്പീരിയൻസ് ആയിരുന്നു ഓവറോൾ. സോ വിൽ കം വിത്ത് അനദർ വീഡിയോ next time. Until then, subscribe to the channel. Thank you.